അബൂബക്കർ തങ്ങൾ എല്ലായ്പ്പോഴും പാടുന്നൊരു കവിതയുണ്ട്, വെള്ളിയാഴ്ചയിൽ നമ്മളത് പാടാറുമുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. പടച്ചവനെ, സ്വർഗം നേടാൻ മാത്രമുള്ള ഇബാദത്തുകളൊന്നും എന്റെ കയ്യിലില്ല, സ്വർഗത്തിലല്ലാതെ പോകാനും എനിക്ക് കഴിയില്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, പക്ഷേ നരകത്തിലേക്ക് പോകാനും എനിക്ക് സാധ്യമാകില്ല റബ്ബേ. അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം പൊറുത്തു തന്ന് എനിക്ക് മഗ്ഫിറത്ത് നൽകി നിന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനം നൽകണേ റബ്ബേ എന്ന് കരഞ്ഞുകൊണ്ട് സയ്യിദുന അബൂബക്കർ തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കാണാം. ഏത് അബൂബക്കർ തങ്ങളാണ്? നന്മയുടെ വിഷയത്തിൽ എല്ലാ സ്വഹാബിവര്യന്മാരും പല നിലക്കും മത്സരിച്ചിട്ടും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അബൂബക്കർ തങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രഗൽഭനാണ്, രണ്ടാമനാണ് സയ്യിദുന അബൂബക്കർ തങ്ങൾ. ഒരിക്കൽ മദീന പള്ളിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ദീനിനു വേണ്ടി കുറച്ച് സംഭാവന കൊണ്ടുവരണം. അപ്പൊ ഉമർ തങ്ങൾ തീരുമാനിച്ചു, ഇന്നത്തെ സദഖയുടെ വിഷയത്തിൽ അബൂബക്കറിനോട് ഞാൻ മത്സരിക്കുകയാണ്, അബൂബക്കറിനെ ഇന്ന് ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ തോൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പകുതി ഭാഗവും പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അബൂബക്കർ തങ്ങളുടെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോഴാണ് അബൂബക്കർ തങ്ങൾ വരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, എന്താണ് അബൂബക്കർ തങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്, എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ അബൂബക്കർ തങ്ങളോട് മത്സരിക്കാനില്ല, മത്സരിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാ നന്മയുടെ വിഷയത്തിലും കൈയടക്കം വെച്ചിട്ടുള്ള ഒരു ആളാണ് സയ്യിദുന അബൂബക്കർ.